ഞാൻ ഈ പെട്ടിയൊക്കെ അടുക്കി ഡ്രസ്സെല്ലാം അടുക്കി വെച്ചിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ഗുരുവായൂർക്കാണ്. ഇന്ന് എൻ്റെ നാത്തൂൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലിലാണ്. അപ്പോൾ എല്ലാമൊക്കെ പാക്ക് ചെയ്തു, ബസ് വന്നു, ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഗുരുവായൂർ ചെന്നതിന് ശേഷം അവിടുത്തെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് നേരെ കണ്ണൂർക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ വിശദമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ സെപ്പറേറ്റ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് ഓർച്ചിഡിലാണ്, ന്യൂലാൻഡ് ഓർച്ചിഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു. നല്ല വൃത്തിയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു റൂമാണ്. സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ ആണെങ്കിലും നല്ല നമുക്കൊരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഇതായിരുന്നു. ഇതാണ് റൂമിൻ്റെ വ്യൂ. ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ്, ചെറിയൊരു വാഷ്റൂം ഏരിയ, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. അത് ഞാൻ തുറന്ന് വെച്ചിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കോഫി ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മോൻ അത് ഇടാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഒരുക്കുകയാണ് അവിടെ. അപ്പോൾ വന്ന പാട് ഞങ്ങൾ ഡ്രസ്സെല്ലാം അവിടെയൊക്കെ വാരി ഇട്ടു, ഇടാനായിട്ട് ഡ്രസ്സൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് സെൽഫി എടുക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. പിറ്റേ ദിവസത്തെ കോസ്റ്റ്യൂമാണിത്. എൻ്റെ തന്നെ റാണീസ് ബ്യൂട്ടി ഹബ് ഡിസൈനിങ് ബൊട്ടീക്കിൽ ചെയ്തൊരു വർക്കാണ് ബ്ലൗസിൻ്റെത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും മറക്കാണ്ട് എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ദിവസമാണല്ലോ. 9 മണിക്കാണ്. അപ്പോൾ ഞാൻ സാരിയൊക്കെ സെറ്റ് ചെയ്തു, എൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കുകയാണ്. ഞാനിത് ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ നിന്നൊരു നെയ്ത്ത് സാരി വാങ്ങണമെന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം എന്തായിരുന്നാലും ഈ കല്യാണത്തോടു കൂടിയൊക്കെ ഇതാക്കി. അപ്പോൾ മോന് ഒക്കെ റെഡിയായി, അവൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ കല്യാണത്തിൻ്റെ ടൈമായി. അപ്പോൾ താലികെട്ട് സമയമാണ് നടക്കുന്നത്. വളരെ സന്തോഷമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവളുടെ കല്യാണം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവളൊരു 5ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് സമയമൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ അവിടെ അവർ സദ്യക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. തിരുവനന്തപുരം സദ്യ പോലെയൊന്നും അല്ല, തൃശ്ശൂരത്തെ സദ്യ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതായിരുന്നു എൻ്റെ ഫുൾ കോസ്റ്റ്യൂം ഇത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടൊക്കെ ഒരു ഫോട്ടോയും സെൽഫികളും ഒക്കെ എടുത്തു. ഇനി ഇവർ നേരെ കണ്ണൂർക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളും ഇവരുടെ കൂടെ തന്നെ കണ്ണൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.